കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതക കേസിലെ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. സുപ്രീം കോടതി സ്വമേധയാ എടുത്ത കേസിലെ ഹർജിയാണ് പരിഗണിക്കുക. ഇപ്പോൾ വിശദാംശങ്ങളുമായി വിജിത ചേരുന്നുണ്ട്. വിജിത, കഴിഞ്ഞ ദിവസമാണ് കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതക കേസിലെ ഒരു വിധി വന്നത്. എങ്കിലും ആ വിധി പൂർണ്ണമായും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നാണ് മൊത്തത്തിലുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. കാരണം പ്രതിക്ക് ജീവിതാന്ത്യം വരെ ജയിലിൽ കഴിയാനുള്ള ഒരു ശിക്ഷയാണ് അന്ന് കോടതി വിധിച്ചിരുന്നത്. ഇന്ന് സുപ്രീം കോടതി സ്വമേധയാ എടുത്ത കേസാണ് ഇന്ന് പരിഗണിക്കുന്നത്. എപ്പോഴാണ് കേസ് പരിഗണിക്കുക? തുടർന്ന വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? സൂചിപ്പിച്ചതുപോലെ തന്നെ കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതക കേസിലെ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുമെന്നുള്ള ഒരു കാര്യം തന്നെയാണ്. കൊലപാതകത്തിന് പിന്നാലെ അല്ലെങ്കിൽ സുപ്രീം കോടതി ഈ ഒരു സിയാൽദ കോടതി വിധിക്ക് മുൻപ് തന്നെ സ്വമേധയാ എടുത്തിട്ടുള്ള കേസിലെ വിധിയാണ് ഹർജിയാണ് ഇന്ന് പരിഗണിക്കുക. സ്വമേധയാ എടുത്തിട്ടുള്ള കേസിലെ ഹർജിയാണ് ഇന്ന് പരിഗണിക്കുന്നത്. അതുപോലെ തന്നെ ഹർജി പരിഗണിക്കുന്നത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചാണ്. സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസമാണ് 162 ദിവസങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു കേസിലെ വിധി സിയാൽദ കോടതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ചിട്ടുള്ള ഇത്തരത്തിലൊരു കൊലപാതകത്തിൽ സമൂഹമെല്ലാം പ്രതീക്ഷിച്ചിരുന്ന ഒരു വിധി അല്ലെങ്കിൽ ആ കുടുംബം പ്രതീക്ഷിച്ചിരുന്ന ഒരു വിധിയല്ല വന്നിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ അതിനെല്ലാം ഈ ഒരു വിധിക്ക് പിന്നാലെ തന്നെ ആയിരിക്കണം ഇത്രയും പെട്ടെന്ന് സുപ്രീം കോടതി ഈ ഒരു കേസിൽ ഒരു നേരിട്ട് ഇടപെടൽ ഉണ്ടാകുന്നതും ഇത്രയും പെട്ടെന്ന് തന്നെ ഹർജി പരിഗണിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായതുമൊക്കെ. എന്നാൽ ഏകദേശം ഈ ഒരു 162 ദിവസത്തിന് ശേഷം വന്ന ഈ ഒരു വിധിയിൽ അപ്പീൽ നൽകുമെന്നുള്ള കാര്യം കുടുംബവും അതുപോലെ തന്നെ മമതാ ബാനർജി സർക്കാരും അതുപോലെ തന്നെ ആരോഗ്യ സംഘടനകളെല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഇത്രയും വൈകാരികമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഈ ഒരു കേസിൽ ഇത്തരത്തിലൊരു വിധി ആർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെ ആയിരുന്നില്ല. ഈ ഒരു ആരോഗ്യ സംഘടനയ്ക്ക് എന്ത് സുരക്ഷ എന്ന് വരെയുള്ള ചോദ്യങ്ങൾ ഉയർന്ന ഏകദേശം 3 മാസത്തോളം പശ്ചിമ ബംഗാളിനെ പിടിച്ചുകുലുക്കിയ ഇത്തരത്തിലൊരു കേസിൽ ഇത്തരത്തിലൊരു വിധി വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം നേരത്തെ തന്നെ കോടതി വാക്കാൽ പറഞ്ഞ സിയാൽദ കോടതി വാക്കാൽ പറഞ്ഞ ചില കാര്യങ്ങളായിരുന്നു 25 വർഷത്തിൽ കുറയാത്ത ജീവപര്യന്തം അതുപോലെ തന്നെ വധശിക്ഷ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉറപ്പാക്കുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ പ്രതി ചെയ്തതായി കോടതിക്ക് തെളിഞ്ഞിരുന്നു എന്നുള്ള ഒരു കാര്യം വാക്കാൽ പറഞ്ഞിരുന്നു. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു ജീവപര്യന്തത്തിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് വെളിവാക്കുന്ന അല്ലെങ്കിൽ തെളിയിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. എന്നാൽ വിധി വന്നതിന് ശേഷം അതിനെല്ലാം അട്ടിമറിച്ചുകൊണ്ടുള്ള തരത്തിലുള്ള ഒരു വിധിയാണ് വന്നിരുന്നത്. എന്നാൽ ഇതെല്ലാം അംഗീകരിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ ഈ കുടുംബം ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു കാര്യമാണത്. കുടുംബം അതിനെ ശക്തമായി തന്നെ പ്രതികരണവുമായി തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഒരിക്കലും ഈ ഒരു വിധി അംഗീകരിക്കാൻ കഴിയില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം മുൻനിർത്തിക്കൊണ്ടായിരിക്കണം സുപ്രീം കോടതി ഇത്തരത്തിലൊരു നേരിട്ടൊരു ഇടപെടൽ ഇത്ര പെട്ടെന്ന് എടുത്ത് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വിധി വന്നപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ജീവിതാന്ത്യം വരെയുള്ള ജീവപര്യന്തം അതുപോലെ തന്നെ 50,000 രൂപ പിഴയുമാണ് കോടതി വിധിച്ചിരുന്നത്. എന്നാൽ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവമല്ലാത്ത അല്ലെങ്കിൽ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണ് എന്ന് തോന്നുന്നില്ല എന്നുള്ള ഒരു കാര്യത്തിലാണ് ഇത്തരത്തിൽ വിധി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പ്രതിക്ക് മുൻകാല ഒരു ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു വിധി വന്നത് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കും. കാരണം കുറെ മണിക്കൂറുകളോളം നീണ്ട ഒരു വാദത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു വിധി വരുന്നത്. അതിനു മുന്നേ തന്നെ ഈ ഒരു പ്രതിയായിട്ടുള്ള സഞ്ജയ് റോയ് പറയുകയുണ്ടായി തനിക്ക് പറയാനുണ്ട് കുറെ കാര്യങ്ങൾ അല്ലെങ്കിൽ അത് കേൾക്കാനുള്ള ഒരവസരം കോടതി തരണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ പ്രതിയെ കേൾക്കാനും അതുപോലെ തന്നെ ഈ ഒരു കുടുംബത്തെ കേൾക്കാനും എല്ലാമുള്ള അവസരങ്ങൾ നൽകിയതിനു ശേഷമാണ് ഇത്തരത്തിൽ ജീവപര്യന്തം എന്നുള്ള ഒരു രീതിയിലേക്ക് ആ ഒരു വിധി മാറുന്നത്. എന്നാൽ അപ്പോൾ തന്നെ ഈ ഒരു സഞ്ജയ് റോയ് പറയുന്ന ഒരു കാര്യം ഉണ്ടായി, താൻ മാത്രമല്ല ഈ ഒരു കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്, ഇതിനു പിന്നിൽ ഇനിയും ആളുകളുണ്ട് അല്ലെങ്കിൽ കാണാൻ മറിയത്ത് ഇനിയും ആളുകൾ ഇരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം സഞ്ജയ് റോയ്ക്ക് വേണ്ടി ഹാജരായിട്ടുള്ള ആ ഒരു അഭിഭാഷകനും കോടതിയിൽ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കണം അന്ന് ജീവപര്യന്തം എന്നുള്ള ഒരു രീതിയിലേക്കുള്ള വിധി മാറിയത് എന്നെല്ലാം നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നാലും ഇന്ന് സുപ്രീം കോടതിയിലേക്ക് കേസ് പരിഗണിക്കുമ്പോൾ ഉറപ്പായിട്ടും ഇത്
ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണ് എന്നുള്ള ഒരു തലത്തിലേക്ക് ആ വിധിയെ കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇപ്പോഴും എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത്. കുടുംബത്തിന് നീതി ഉറപ്പാക്കുന്ന തരത്തിലേക്കുള്ള ഒരു വിധിയിലേക്ക് സുപ്രീം കോടതിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ, അല്ലെങ്കിൽ സുപ്രീം കോടതി അത്തരത്തിലൊരു നിരീക്ഷണം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് അത്തരത്തിലേക്ക് ആ ഒരു സാഹചര്യത്തിലേക്ക് സുപ്രീം കോടതിയുടെ ഈ ഒരു കേസ് പരിഗണിക്കുമ്പോൾ വരുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആളുകൾ പ്രതീക്ഷിക്കുന്ന ഒന്ന് തന്നെയാണ്. കാരണം ഇത് അപൂർവങ്ങളിൽ അപൂർവമല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ഒരു കേസിനെ അല്ലെങ്കിൽ അത്തരത്തിലൊരു കേസാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ആരോഗ്യ മേഖലയ്ക്ക് തന്നെ ഒരു വലിയ തിരിച്ചടിയായ ആരോഗ്യ മേഖലയിലെ സുരക്ഷയെല്ലാം തന്നെ ഊന്നി പറഞ്ഞുകൊണ്ട് സർക്കാരിനെല്ലാം തന്നെ അടിയായി മാറിയ ഒരു കേസാണ്. വലിയ രീതിക്കുള്ള പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും എല്ലാം തന്നെ ആ ഒരു പശ്ചിമ ബംഗാൾ സർക്കാരിനെ കുറെ മാസങ്ങളോളമായിട്ട് പിടിച്ചുലച്ച ഒരു കേസാണ്. അതിൽ ആ ഒരു കാര്യം കോടതി വിധിപ്പകർപ്പിലും ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസിന് വീഴ്ചയുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു സംസ്ഥാനത്തിന് മൊത്തത്തിൽ ഒരു സുരക്ഷാ വീഴ്ച അവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബത്തിന് നഷ്ടപരിഹാരമായിട്ട് 17 ലക്ഷത്തോളം രൂപ കൊടുക്കണം എന്നുള്ള കാര്യമൊക്കെ കോടതി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ തങ്ങൾക്ക് വേണ്ടത് നീതിയാണ്, അല്ലാതെ നഷ്ടപരിഹാരമല്ല എന്നുള്ളൊരു കാര്യമാണ് അവിടെ കുടുംബവും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്, തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത്തരത്തിലൊരു കാര്യമാണ്. എന്നാൽ അതെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഇന്ന് ഈ കേസ് സുപ്രീം കോടതിയിലേക്ക് വരുന്നത്. എന്നാൽ സുപ്രീം കോടതിയിലേക്ക് വരുന്ന സമയത്ത് അതിൽ എന്ത് മാറ്റം, അല്ലെങ്കിൽ ഈ ഒരു വിധിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ സുപ്രീം കോടതിക്ക് കഴിയുമോ എന്നുള്ളൊരു കാര്യം കൂടി സമൂഹമെല്ലാം കാത്തിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഹരിത. ശരി, കൊൽക്കത്തയിലെ യുവ ഡോക്ടറെ ബലാത്സംഗ കൊലപാതക കേസിലെ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. സുപ്രീം കോടതി സ്വമേധയാ എടുത്ത കേസിലെ ഹർജിയാണ് പരിഗണിക്കുക. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിക്ക് ശിക്ഷ വളരെ കുറഞ്ഞു പോയി എന്നാണ് മൊത്തത്തിലുള്ള ഒരു വാദം. കാരണം കുടുംബത്തിന് പ്രഖ്യാപിച്ച 17 ലക്ഷം രൂപയടക്കം അവർ തള്ളിയിരുന്നു. ഇനി കുടുംബവും സുപ്രീം കോടതിയിലേക്ക് ഹർജി നൽകിയിട്ടുണ്ട്. ഇന്ന് സുപ്രീം കോടതി വിധി എന്താണെന്ന് കണ്ടറിയേണ്ടതാണ്. വിശദാംശങ്ങളാണ് ഇപ്പോൾ വിജിത നൽകിയത്.